ഹലോ വെൽക്കം യു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്കുള്ള ഇൻസേർഷൻ അൽഗോരിതങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ വൺ വേ ലിസ്റ്റ് എന്നോ ലീനിയർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നോ ഒക്കെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലീനിയർ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വൺ വേ ലിസ്റ്റിലേക്ക് നോഡുകൾ ആഡ് ചെയ്യപ്പെടുന്നത്, ഇൻസേർഷൻ നടക്കുന്നത്? 3 രീതിയിൽ ഇൻസേർഷൻ നടക്കാം. ഒന്നുകിൽ ഒരു സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയൊരു നോഡിനെ ആഡ് ചെയ്യാം. ലിസ്റ്റ് ഓൾറെഡി സോർട്ടഡാണ്, സോർട്ടഡായ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയൊരു നോഡിനെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ നമുക്ക് തരും, ആ ലൊക്കേഷനിലുള്ള നോഡിന് ശേഷമാണ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, ഇപ്പോൾ ഇത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്ന് കരുതുക. അതിൽ നിലവിൽ കുറേ നോഡുകളുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, ഒരു ലൊക്കേഷൻ തരും, ആ ലൊക്കേഷനിൽ ഇപ്പോൾ ഏത് നോഡാണോ ഉള്ളത് അതിന് ശേഷമാണ് പുതിയൊരു നോഡിനെ ആഡ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിലുള്ള നോഡിന് ശേഷമാണ് പുതിയൊരു നോഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയ നോഡ് എവിടെ വരും? ഇവിടെ. ഇങ്ങനൊരു നോഡ് ഇവിടെ വന്നാൽ നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും? ഒന്ന്, ഇതിൻ്റെ ലിങ്ക് ഈ നോഡിനെ പോയിൻ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ലിങ്ക് ഈ നോഡിനെ പോയിൻ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ ലിങ്ക് നമ്മളങ്ങ് റിമൂവ് ചെയ്യും. അങ്ങനെ വന്നാലേ ഇവരുടെ 2 പേരുടെയും ഇടയിൽ ആര് വരികയുള്ളൂ? ഈ പുതിയ നോഡ് വരികയുള്ളൂ. അപ്പോൾ 2 നോഡുകളുടെ ഇടയിൽ വേണമെങ്കിൽ നമുക്കൊരു പുതിയ നോഡിനെ ആഡ് ചെയ്യാം. അതായത് നമുക്കതിനകത്തൊരു ലൊക്കേഷൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ആ ലൊക്കേഷനിലുള്ള നോഡിന് ശേഷമാണ് പുതിയ നോഡ് ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയ നോഡ് ആഡ് ചെയ്യാൻ പറയാം. ഇനി ഇതൊന്നുമല്ല, ഓൾറെഡി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ലിങ്ക്ഡ് ലിസ്റ്റ് ഇപ്പോൾ ഒരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഫങ്ഷനിങ് ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഇത്തരം ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയ നോഡ് ആഡ് ചെയ്യുമ്പോൾ അത് ബിഗിനിങ്ങിൽ തന്നെ ആഡ് ആവണം. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലിസ്റ്റിലെ ആദ്യത്തെ നോഡായിട്ട് വേണം ഈ പുതിയ നോഡിനെ ആഡ് ചെയ്യാൻ. അപ്പം നമ്മൾ വിചാരിക്കും ആദ്യത്തെ നോഡ് ഇതല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിനെ ആഡ് ചെയ്യുന്നത്? അതായത് എപ്പോൾ ഇൻസേർഷൻ നടന്നാലും പുതിയ നോഡിനെ എവിടെ ഇൻസേർട്ട് ചെയ്യാവും? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ലിസ്റ്റിലെ ഇൻസേർട്ട് ചെയ്യാവും. അങ്ങനെ പുതിയൊരു നോഡിനെ ബിഗിനിങ്ങിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പുതിയ നോഡിൻ്റെ ലിങ്ക് ഇതിനെ പോയിൻ്റ് ചെയ്യണം, എന്നിട്ട് സ്റ്റാർട്ട് ഇതിനെ പോയിൻ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ഇൻസേർഷനുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻസേർഷൻ ഓഫ് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ്, ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ എങ്ങനെ നോഡിനെ ആഡ് ചെയ്യാം, ഒരു ലൊക്കേഷന് ശേഷം വരുന്ന പൊസിഷനിൽ എങ്ങനെ നോഡിനെ ആഡ് ചെയ്യാം, സോർട്ടഡ് ലിസ്റ്റിൽ എങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ലിസ്റ്റ്, ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ പുതിയൊരു നോഡ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാർട്ട് ഇപ്പോൾ ഇതിനെ പോയിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഉദ്ദേശം ഈ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് പുതിയൊരു നോഡ് ആഡ് ആവേണ്ടത്. അപ്പോൾ ഞാൻ പുതിയൊരു നോഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ നോഡിനെ പോയിൻ്റ് ചെയ്യാൻ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നു. അപ്പം ഞാൻ അതിനെ ന്യൂ എന്ന് വിളിക്കുകയാണ്. അപ്പം ന്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ് ഓഫ് ന്യൂ നോഡാണ്. എന്താ ഞാൻ പറഞ്ഞത്? ന്യൂ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് ന്യൂ നോഡിൻ്റെ അഡ്രസ്സാണ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ പുതിയ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, ശരി. അപ്പം ന്യൂ ഇതിനെയാണല്ലോ പോയിൻ്റ് ചെയ്യുന്നത്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ഞാൻ എന്താ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞേ? എനിക്ക് ഈ പുതിയ നോഡിനെ ആഡ് ചെയ്യണം എക്സിസ്റ്റിംഗ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലേക്ക് ഐറ്റത്തിനെ സ്റ്റോർ ചെയ്യുക. അതായത് എന്ത് ഇൻഫർമേഷനാണോ
ഇതിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ എന്ത് ഡേറ്റയാണോ ഇതിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വാല്യൂ ആണിപ്പോൾ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലിരിക്കുന്നത്. അപ്പോൾ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലിരിക്കുന്ന ആ വാല്യൂവിനെ ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, ഐറ്റം എവിടേക്ക് സ്റ്റോർ ആവണം? ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ സ്റ്റോർ ആവണം. ഓക്കെ, അങ്ങനെ ഐറ്റം ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ സ്റ്റോറായി. ഇനി എന്താ വേണ്ടുന്നത്? ഇനി ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് സെറ്റ് ചെയ്യണം. എങ്ങനെ? ന്യൂ നോഡ് ബിഗിനിങ്ങിൽ വന്നാൽ ന്യൂവിന് ശേഷമായിരിക്കണം ഈ നോഡ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ന്യൂ നോഡിൻ്റെ ലിങ്ക് ഇനി മുതൽ ഇതിനെ പോയിൻ്റ് ചെയ്യണം. ഏതിനെ? ന്യൂവിൻ്റെ ലിങ്ക് പഴയ സ്റ്റാർട്ടിനെ പോയിൻ്റ് ചെയ്യണം. പഴയ സ്റ്റാർട്ട് എന്ന് പറയാൻ കാര്യം എന്താ? പഴയ സ്റ്റാർട്ട് എന്ന് പറയാൻ കാര്യം സ്റ്റാർട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് ഈ നോഡിനെയാണ്. അപ്പോൾ സ്റ്റാർട്ട് ആരെയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ നോഡിനെ ആയിരിക്കണം ന്യൂവിൻ്റെ ലിങ്ക് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂവിൻ്റെ ലിങ്ക് ഇനി മുതൽ സ്റ്റാർട്ടിനെ പോയിൻ്റ് ചെയ്യും. അത് നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റാർട്ടിൽ ഇപ്പോൾ ഉള്ള വാല്യൂ, അതായത് അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ്, അത് എങ്ങോട്ട് സ്റ്റോർ ആവണം? അത് ഇനി മുതൽ ന്യൂവിൻ്റെ ലിങ്ക് ആവണം. അതായത് നേരത്തെ സ്റ്റാർട്ട് ആരെ പോയിൻ്റ് ചെയ്തിരുന്നുവോ ആ നോഡ് ഇനി മുതൽ എന്താണ്? ന്യൂവിൻ്റെ ലിങ്കായി മാറണം. അപ്പോൾ ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷനും നമ്മൾ സെറ്റ് ചെയ്തു, ന്യൂ നോഡിൻ്റെ ലിങ്കും സെറ്റ് ചെയ്തു. എന്താണ്? ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷനിൽ ഐറ്റം സ്റ്റോർ ചെയ്തു, ന്യൂ നോഡിൻ്റെ ലിങ്കായിട്ട് സ്റ്റാർട്ടെന്നും സെറ്റ് ചെയ്തു. തീർന്നില്ല. ഇനി എന്താണ്? ഇനിയും ന്യൂവിൽ ഇപ്പോൾ ഉള്ളതെന്ത്? ഇതിൻ്റെ അഡ്രസ്സ് അല്ലേ? അപ്പോൾ ആ ന്യൂവിലുള്ള വാല്യൂ ഇനി സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്യുക. അങ്ങനെ ചെയ്താലേ സ്റ്റാർട്ടിനെ ഇതിനെ പോയിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്തത്. എന്ത്? ഒരു പുതിയ നോഡ് ആദ്യം ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത പുതിയ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ ഐറ്റം സ്റ്റോർ ചെയ്തു. എന്നിട്ട് ന്യൂ നോഡിൻ്റെ ലിങ്ക് നേരത്തെ സ്റ്റാർട്ടിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു നോഡ് ഇവിടെ വന്നാൽ ആ നോഡിന് ശേഷമായിരിക്കണം ഈ നോഡ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആവണം ഇതിനെ പോയിൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടും? സ്റ്റാർട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിങ്ക് ആവണം. സോ ഞാൻ എഴുതുന്നു ന്യൂ നോഡിൻ്റെ ലിങ്ക് ഓഫ് ന്യൂ നോഡ് എന്തായിരിക്കണം? സ്റ്റാർട്ടായിരിക്കണം. അങ്ങനെ എഴുതിയാൽ സ്റ്റാർട്ടിലെ വാല്യൂ ഇനി മുതൽ ന്യൂവിൻ്റെ ലിങ്ക് ആവും. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിൻ്റെ വാല്യൂ. അത് ഇനി മുതൽ എന്താവണം? ന്യൂവിൻ്റെ ലിങ്ക് ആവണം. അപ്പോൾ ന്യൂവിൻ്റെ ലിങ്ക് സ്റ്റാർട്ടിലേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതായി. ന്യൂ ഇതിനെ പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ന്യൂവിൻ്റെ വാല്യൂ സ്റ്റാർട്ടിലേക്ക് മൂവ് ചെയ്യുക. എന്നാലേ സ്റ്റാർട്ട് ആരെ പോയിൻ്റ് ചെയ്യൂ? ഇതിനെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്തത്. എന്തൊക്കെ? ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലേക്ക് ഐറ്റം സ്റ്റോർ ചെയ്തു, ന്യൂ നോഡിൻ്റെ ലിങ്ക് പഴയ സ്റ്റാർട്ട് ആയി സെറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ ന്യൂവിൻ്റെ ലിങ്കായിട്ട് പഴയ സ്റ്റാർട്ട് നോഡ് വരികയുള്ളൂ. അതിനുശേഷം പുതിയ നോഡ് ഇനിയും സ്റ്റാർട്ട് പോയിൻ്റ് ചെയ്യണം. അതായത് സ്റ്റാർട്ട് വേണം ഇനിയും പുതിയ നോഡിനെ പോയിൻ്റ് ചെയ്യാൻ. എങ്കിലേ ഈ ഒരു അസൈൻമെൻറ്റ് നടന്നെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് പുതിയ നോഡിനെ പോയിൻ്റ് ചെയ്യുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് ഫസ്റ്റ് നോഡായി മാറുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ ചെയ്യുന്നത്. ഇത്രയും ചെയ്താൽ നോഡ് ബിഗിനിങ്ങിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. ഇൻസേർട്ടിങ് എ നോഡ് ആഫ്റ്റർ എ ഗിവൺ ലൊക്കേഷൻ. അപ്പോൾ നമ്മളൊരു ലൊക്കേഷൻ പറയും, ആ ലൊക്കേഷന് ശേഷമാണ് നമുക്ക് ന്യൂ നോഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
സ്റ്റാർട്ടുണ്ട്. സ്റ്റാർട്ട് ഇപ്പോൾ ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. ലിങ്ക് ലിസ്റ്റ് ഓൾറെഡി ഫുള്ളി ഫങ്ഷനിങ് ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പം നമ്മളൊരു ലൊക്കേഷൻ റീഡ് ചെയ്യും. ലൊക്കേഷൻ ഇതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ലൊക്കേഷൻ ഇതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷൻ ഇവിടെയാണ് എങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് നോഡായിട്ട് വേണം നമ്മൾ പുതിയ നോഡിനെ ആഡ് ചെയ്യാൻ. പറഞ്ഞ് മനസ്സിലായോ? ലൊക്കേഷൻ്റെ നെക്സ്റ്റ് നോഡായിട്ട് വേണം പുതിയ നോഡിനെ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ എന്ന് പറയുന്നൊരു പോയിൻ്റർ ന്യൂ നോഡിനെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ ഐറ്റം സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞ് ന്യൂ നോഡിൻ്റെ ലിങ്ക് സെറ്റ് ചെയ്യണം. ഇത് ഒരു സ്റ്റെപ്പാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂവിൻ്റെ ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ ഓഫ് ന്യൂ സെറ്റ് ചെയ്യുക, അത് ഐറ്റമാണ്. ഇത് കഴിഞ്ഞാലുടൻ ന്യൂ നോഡിൻ്റെ ലിങ്ക് സെറ്റ് ചെയ്തോണം. ന്യൂ നോഡിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് രസം. ഇത് പുതിയ നോഡാണ്, അതിലേക്ക് ഐറ്റം സ്റ്റോർ ചെയ്തു. ഇനി അതിൻ്റെ ലിങ്ക് ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ നോക്കുക, ഇതാണ് ലൊക്കേഷനിലുള്ള നോഡ്. ഇതായിരുന്നു ലൊക്കേഷന് ശേഷം വരേണ്ട നോഡ് നിലവിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റിൽ. ഈ രണ്ട് നോഡുകളുടെ ഇടയിലായിട്ടാണ് പുതിയൊരു നോഡ് വരേണ്ടത്. അതായത് ഇത് ലൊക്കേഷനിലുള്ള നോഡ്, ഇത് നേരത്തെ ലൊക്കേഷന് ശേഷമുള്ള നോഡിൻ്റെ നെക്സ്റ്റ് നോഡായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ, അതായത് ലൊക്കേഷന് ശേഷം ഉള്ള പൊസിഷനിലാണ് പുതിയ നോഡ് വരേണ്ടത്. ആ പുതിയ നോഡിനെ ന്യൂ പോയിൻ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ ഐറ്റം സ്റ്റോർ ചെയ്യുന്നു. ഇതിൻ്റെ ലിങ്ക് ഇതിനെ പോയിൻ്റ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ കിട്ടും? ആ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിനെ നമുക്ക് ലിങ്ക് ഓഫ് ന്യൂ എന്ന് എഴുതാം. ലിങ്ക് ഓഫ് ന്യൂ എന്ന് എഴുതാം. അപ്പോൾ പുതിയ നോഡ് അതിൻ്റെ ലിങ്ക് ഇതിനെ പോയിൻ്റ് ചെയ്യണമെങ്കിൽ ഈ നോഡിൻ്റെ അഡ്രസ്സ് കിട്ടണം. ആ നോഡിൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഉള്ളത്? ലൊക്കേഷൻ്റെ ലിങ്ക് എടുത്താൽ മതി. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നോഡിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ലൊക്കേഷൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ നോഡിൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ലൊക്കേഷൻ്റെ ലിങ്ക് അതിലേക്ക് വേണം ന്യൂവിൻ്റെ ലിങ്ക് പോയിൻ്റ് ചെയ്യാൻ. അപ്പം ഞാൻ എഴുതും ലിങ്ക് ഓഫ് ന്യൂ. പുതിയ നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇനി മുതൽ എന്താകണം? ലൊക്കേഷൻ്റെ ലിങ്ക് ആവണം. ഇങ്ങനെ ചെയ്താൽ ലൊക്കേഷൻ്റെ ലിങ്കായ ഈ നോഡ് ഇനി മുതൽ ന്യൂവിൻ്റെ ലിങ്കായി മാറും. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ലൊക്കേഷൻ എന്താണെന്നറിയാം, ന്യൂ നോഡ് അറിയാം, ന്യൂവിൻ്റെ ഈ ലിങ്കും സെറ്റ് ചെയ്തു. അത് മാത്രം പോരാ, പിന്നെയോ ലൊക്കേഷൻ നേരത്തെ നെക്സ്റ്റ് നോഡായിട്ട് ഇതിനെ ആയിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ പുതിയൊരു നോഡ് വരുമ്പോൾ അതിൻ്റെ ലുക്ക് മാറും. നോക്കിക്കോ, ഇങ്ങനെ. ഇത് നമ്മുടെ ലൊക്കേഷനിലുള്ള നോഡ്. ഇത് പഴയ ലൊക്കേഷൻ്റെ പഴയ നെക്സ്റ്റ് നോഡെന്ന് പറയും. ലൊക്കേഷന് ശേഷം വരുന്ന പഴയ നോഡ്. ഇതാണ് നമ്മുടെ പുതിയ നോഡ്. ന്യൂ അതിനെ പോയിൻ്റ് ചെയ്യുന്നു. ഐറ്റം ഇവിടെ സ്റ്റോർ ചെയ്തു. ഇതിൻ്റെ ലിങ്ക് ഇതിനെ പോയിൻ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ലിങ്ക് ഇതിനെ പോയിൻ്റ് ചെയ്യണം. എന്നിട്ടേ ഈ ലിങ്ക് ഇല്ലായ്മയാകുകയുള്ളൂ. അതായത് ഈ ലിങ്കിന് പകരം ഈ ലിങ്ക് വരണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും? ലൊക്കേഷനിൻ്റെ ലിങ്ക് എങ്ങനെ ഇതിനെ പോയിൻ്റ് ചെയ്യിപ്പിക്കും? നമുക്ക് എങ്ങനെ എഴുതാം? ലിങ്ക് ഓഫ് ലൊക്കേഷൻ. ലൊക്കേഷനിൻ്റെ ലിങ്ക് അത് എന്താകണം? ലൊക്കേഷൻ്റെ ലിങ്ക് ന്യൂ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? നമ്മൾ ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ട് ഐറ്റമായി സെറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ന്യൂ നോഡിൻ്റെ ലിങ്ക് എന്താക്കി മാറ്റണം?
പഴയ ലൊക്കേഷനിൻ്റെ ലിങ്ക് ന്യൂവിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് പഴയ ലൊക്കേഷൻ്റെ ലിങ്കായിട്ട് മാറ്റണം. ഇനി ലൊക്കേഷൻ്റെ ലിങ്ക് എന്താണ്? ലിങ്ക് ഓഫ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ന്യൂ ആയി മാറണം. അങ്ങനെ ചെയ്താൽ ലൊക്കേഷനിലുള്ള നോഡിൻ്റെയും അതിൻ്റെ നെക്സ്റ്റ് നോഡിൻ്റെയും ഇടയിലായിട്ട് പുതിയ നോഡ് വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അൽഗോരിതം എടുക്കുന്നു. അവിടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ന്യൂ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ട് ഐറ്റം കൊണ്ട് അസൈൻ ചെയ്തു. പിന്നെ എന്താണിത്? ലൊക്കേഷൻ ഈക്വൽ ടു നൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലൊക്കേഷൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞതനുസരിച്ച് ലൊക്കേഷൻ എന്ന പൊസിഷനിലുള്ള നോഡിന് ശേഷമാവണം പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആ ലൊക്കേഷൻ നള്ളാവുക എന്ന് പറഞ്ഞാൽ അങ്ങനൊരു പൊസിഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇന്ന പൊസിഷന് ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന നോഡിന് ശേഷം ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല. അങ്ങനൊരു ലൊക്കേഷനെ പറയുന്നില്ല എങ്കിൽ ഫസ്റ്റ് നോഡായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ലൊക്കേഷൻ നള്ളാവുക എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ പ്രത്യേകിച്ച് അവരൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ലൊക്കേഷൻ 1500 എന്ന് പറഞ്ഞാൽ 1500 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇപ്പോൾ ഉള്ള നോഡ് ഏതോ അതിന് ശേഷമാണ് പുതിയ നോഡ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ലൊക്കേഷൻ നള്ളാണെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനൊരു പ്രെഡിസസറിനെ ഞാൻ തന്നിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോഡാണ്. ഈ നോഡിന് മുൻപ് മറ്റൊരു നോഡില്ല. മറ്റൊരു നോഡ് ഇതിന് മുൻപ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ലൊക്കേഷൻ നള്ളാവുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ആഡ് ചെയ്യുന്ന പുതിയ നോഡിന് മുൻപ് ഏത് നോഡ് കാണണം? ലൊക്കേഷൻ കാണണം. അപ്പം ലൊക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നോഡാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യുന്നു ലൊക്കേഷൻ നള്ളാണോ. ലൊക്കേഷൻ നള്ളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയോണം വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് ദ ഫസ്റ്റ് നോഡ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഇതെന്താണ്? നമ്മുടെ ആദ്യത്തെ അൽഗോരിതം. ആദ്യത്തെ അൽഗോരിതം എന്താ? ഹൗ ടു ഇൻസേർട്ട് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ആ കോഡ് നമ്മൾ അതുപോലെ അങ്ങ് എഴുതും. അപ്പോൾ ലൊക്കേഷൻ നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. ലൊക്കേഷൻ നള്ളാണെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡ് ബിഗിനിങ്ങിലാണ്. അപ്പോൾ ബിഗിനിങ്ങിൽ നോഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡ് അങ്ങ് എഴുതുക. അത് നമ്മൾ കുറച്ച് മുമ്പ് അൽഗോരിതത്തിൽ നോക്കിയതാണ്. ഇനി അല്ല, ഇഫ് ലൊക്കേഷൻ ഈക്വൽ ടു നൾ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഫോൾസ് ആണ് കണ്ടീഷൻ. അതായത് ലൊക്കേഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ അതിന് ശേഷമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എൽസ് പാർട്ടിലേക്ക് വരികയും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുകയും ചെയ്യും. അതെന്താണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്? എന്ത്? പുതിയ നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് പഴയ LOCയുടെ ലിങ്കായി മാറുകയും എന്നാൽ LOCയുടെ ലിങ്ക് ഇനി മുതൽ ന്യൂ ആയി മാറുകയും ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതുമാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അൽഗോരിതം. നമ്മൾ ആദ്യം പുതിയ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ ഐറ്റം സെറ്റ് ചെയ്യുന്നു. ലൊക്കേഷൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നോഡ് ഫസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം ലൊക്കേഷന് ശേഷമുള്ള പൊസിഷനിലായിരിക്കും നമ്മുടെ പുതിയ നോഡ് ഇൻസേർട്ട് ആവുക. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. നമുക്ക് മൂന്നാമതൊരു കേസും കൂടിയുണ്ട്. ഇൻസേർഷൻ ഇൻടു എ സോർട്ടഡ് ലിസ്റ്റ്. ഒരു സോർട്ടഡ് ലിസ്റ്റിലേക്ക് എങ്ങനെ നമുക്ക് വാല്യൂസ് അല്ലെങ്കിൽ നോഡിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് പറയും മുമ്പ് നമുക്കൊരു ഫിഗറിലേക്കൊന്ന് പോകാം. അപ്പോൾ ലിസ്റ്റ് സോർട്ടഡ് ആണെന്ന് നേരത്തെ പറഞ്ഞു. സ്റ്റാർട്ട് ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. അവിടുത്തെ ഡേറ്റ 3. അടുത്ത നോഡ് അവിടുത്തെ ഡേറ്റ 5. അടുത്ത നോഡ് 7. ഇതൊരു സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റാണ്. സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്കാണ് ഞാൻ പുതിയൊരു നോഡ് ആഡ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആഡ് ചെയ്യേണ്ട നോഡ് ഐറ്റം 6 ആണ്. 6 എന്ന് പറയുന്ന ഐറ്റം ഉള്ള അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാർട്ടിൽ 6 എന്ന വാല്യൂ ഉള്ളൊരു നോഡാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യും? അപ്പം 6 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ ആദ്യം കണ്ടുപിടിക്കണം. എവിടെയാണ് ഈ നോഡ് വരേണ്ടത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് ഉപയോഗിച്ച് ആദ്യത്തെ നോഡിലെത്തുന്നു. അവിടുത്തെ ഇൻഫർമേഷൻ പാർട്ട് നോക്കുന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്ന നോഡിനെ ഞാൻ
PTR എന്ന പോയിൻ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ PTRൽ എന്താ ഉള്ളത്? കറണ്ട് നോഡിൻ്റെ അഡ്രസ്സ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയോ ആ കറണ്ട് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളാണ് PTR. മനസ്സിലായോ? അപ്പോൾ PTR ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് ഈ നോഡിനെയാണ്. അപ്പം ഞാൻ ചെക്ക് ചെയ്യും, PTR പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ട ഐറ്റത്തിനേക്കാൾ ഗ്രേറ്റർ ആണോ? മനസ്സിലായോ? അതായത് ഐറ്റം, എനിക്ക് സ്റ്റോർ ചെയ്യേണ്ട ഐറ്റം ഞാനിപ്പോൾ നിൽക്കുന്ന നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലുള്ള വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഐറ്റം എന്താ? 6. PTR പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലെ വാല്യൂ എന്താ? 3. അപ്പോൾ 6 ഗ്രേറ്റർ ദാൻ 3 ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ട്രൂ ആണ്. എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അടുത്ത നോഡിലേക്ക് പോകണം. അടുത്ത നോഡിലേക്ക് പോകുന്ന എങ്ങനെ? അടുത്ത നോഡിലേക്ക് പോകാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. PTR ഈക്വൽ ടു ലിങ്ക് ഓഫ് PTR അല്ലേ? ഇങ്ങനെ എഴുതിയാണ് നമ്മൾ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഒരു എക്സ്ട്രാ സ്റ്റേറ്റ്മെൻറ്റ് കൂടി എഴുതേണ്ടി വരും. അതെന്താണ്? PTR ഇനി മുതൽ അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യുമ്പോൾ ഈ നോഡിൻ്റെ ലൊക്കേഷൻ കൂടി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരാവശ്യം നമുക്കുണ്ട്. അപ്പോൾ PTRൻ്റെ ഇപ്പോഴത്തെ വാല്യൂവിനെ സേവ് എന്നൊരു വേരിയബിളിലേക്ക് മൂവ് ചെയ്യുക. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. PTRൻ്റെ ഇപ്പോഴത്തെ വാല്യൂവിനെ സേവ് എന്നൊരു വേരിയബിളിലേക്ക് മൂവ് ചെയ്ത ശേഷം PTRൻ്റെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് ലിങ്ക് ഓഫ് PTR ആക്കി മാറ്റാം. ഞാനിങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്? PTR ഇപ്പോൾ ആരെയായിരുന്നു പോയിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്? PTR പോയിൻ്റ് ചെയ്തത് ഈ നോഡിനെയാണ്. എനിക്ക് ഈ ലൊക്കേഷനും വേണം, തൊട്ടടുത്ത നോഡിൻ്റെ ലൊക്കേഷനും വേണം, 2 നോഡിൻ്റെ ലൊക്കേഷൻ വേണം. അപ്പോൾ PTR അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യും മുൻപ് PTRൻ്റെ ഇപ്പോഴത്തെ വാല്യൂവിനെ ഞാൻ മറ്റൊരു വേരിയബിളിലേക്ക് മാറ്റുന്നു. അപ്പോൾ PTRൻ്റെ വാല്യൂ ഞാൻ സേവ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് മാറ്റി. എന്നിട്ട് PTR അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യണമെങ്കിൽ ഇത് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സേവ് ഇസ് ഈക്വൽ ടു PTR. അങ്ങനെ ചെയ്താൽ PTRൻ്റെ വാല്യൂ സേവ് എന്ന വേരിയബിളിലേക്ക് മൂവ് ആവും, ഈ ലൊക്കേഷൻ്റെ വാല്യൂ സേവ് ആകും. എന്നിട്ട് PTR ഈക്വൽ ടു ലിങ്ക് ഓഫ് PTR എന്ന് എഴുതിയാൽ PTR തൊട്ടടുത്ത ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇനി മുതൽ PTR ഇവിടെയല്ല, PTR ഇതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ PTR പോയിൻ്റ് ചെയ്യുന്ന ആരാ? ലൊക്കേഷൻ ഇത്. സേവ് പോയിൻ്റ് ചെയ്യുന്നത് ആരെയാ? ഇതിനെ. മനസ്സിലായോ? അപ്പോൾ ഇനി വീണ്ടും സെർച്ച് തുടരും. PTR പോയിൻ്റ് ചെയ്യുന്ന പുതിയ നോഡിനെ നമ്മൾ നോക്കുക. അവിടുത്തെ ഇൻഫർമേഷൻ പാർട്ടിലുള്ള വാല്യൂ എൻ്റെ ഐറ്റവും കൂടെ കമ്പയർ ചെയ്യുന്നു. ഐറ്റം ഗ്രേറ്റർ ദാൻ ഇൻഫർമേഷൻ ഓഫ് PTR ആണോ എന്ന് നോക്കുക. ഐറ്റം 6 ആണ്. PTR പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ ഇൻഫർമേഷൻ 5 ആണ്. ഡെഫിനറ്റ്ലി 6 ഗ്രേറ്റർ ദാൻ 5 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയെങ്കിൽ PTR വീണ്ടും അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യണം. അങ്ങനെ വന്നാൽ ഇപ്പോഴത്തെ PTRൻ്റെ വാല്യൂ സേവ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മൂവ് ചെയ്യുക. യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ സേവ് ഇസ് ഈക്വൽ ടു PTR. എന്നിട്ട് PTR അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യണം. PTR ഈക്വൽ ടു ലിങ്ക് ഓഫ് PTR. അപ്പോൾ ഇതാണ് തുടർന്ന് കൊണ്ടേയിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഒരു നോഡിലെത്തിയാൽ ആ നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലുള്ള വാല്യൂ, ഐറ്റം, ഈ 2 കാര്യങ്ങളും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഐറ്റം ഗ്രേറ്റർ ദാൻ ഇൻഫർമേഷൻ ഓഫ് PTR ആണെങ്കിൽ നമ്മൾ അടുത്ത നോഡിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതായത് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ കറണ്ട് നോഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ തൊട്ടടുത്ത പൊസിഷനിലേക്ക് ഞാൻ സെർച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം.
അടുത്ത നോഡിലേക്ക് പോകാനുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോഴത്തെ നോഡിൻ്റെ ലൊക്കേഷൻ സേവ് എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് മൂവ് ചെയ്ത ശേഷം PTR = ലിങ്ക് ഓഫ് PTR എന്ന സ്റ്റേറ്റ്മെൻറ്റിലൂടെ അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരു പക്ഷേ ഐറ്റം ഗ്രേറ്റർ ദാൻ ഇൻഫർമേഷൻ അല്ല, ഐറ്റം ലെസ് ദാൻ ഇൻഫർമേഷൻ ആണെന്ന് മനസ്സിലാകുന്നു. അതായത് 3യുമായി കമ്പയർ ചെയ്തപ്പോൾ ഗ്രേറ്റർ ആയിരുന്നു, ശരി. 5യുമായി കമ്പയർ ചെയ്തപ്പോഴും ഗ്രേറ്റർ ആയിരുന്നു, ശരി. അങ്ങനെ ഈ നോഡിൻ്റെ വാല്യൂ സേവിലേക്ക് മൂവ് ചെയ്ത ശേഷം PTR തൊട്ടടുത്ത നോഡിലേക്ക് പോയതിന് ശേഷം PTRൻ്റെ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ പാർട്ടും നമ്മുടെ ഐറ്റവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മൂന്നാമത്തെ തവണ കമ്പയർ ചെയ്തപ്പോൾ ഐറ്റം ലെസ് ദാൻ ഇൻഫർമേഷൻ ഓഫ് PTR ആയി. അപ്പോൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആകണമെന്നില്ല, ചിലപ്പോൾ ഈ ഒരു കണ്ടീഷനായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 3യേക്കാൾ ഗ്രേറ്ററാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ, 5നേക്കാളും ഗ്രേറ്ററാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ, പക്ഷേ 7നേക്കാൾ ലെസ്സാണ് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ. 3യേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് 5ലേക്ക് പോയി, 5നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് 7ലേക്ക് പോയി, പക്ഷെ 7നേക്കാൾ ലെസ്സാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോഡ് 5നേക്കാൾ ഗ്രേറ്ററുമാണ്, എന്നാൽ നോഡ് 7നേക്കാൾ ലെസ്സുമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഐറ്റം ലെസ് ദാൻ ഇൻഫർമേഷൻ ഓഫ് PTR വന്നാൽ നമ്മൾ സെർച്ച് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായത് 5നും 7നും ഇടയിലാണ് 6 വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നോഡ് 5, ഇത് നോഡ് 7. ഇങ്ങനെയായിരുന്നു നേരത്തെ ലിങ്ക്. എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് 6, ഇവരുടെ ഇടയിലാണ് 6 വരേണ്ടത്. ഇപ്പോൾ ഇത് സേവും ഇത് PTRുമാണ്. മനസ്സിലായോ? ഈ നോഡ് സേവ് എന്ന വേരിയബിളിലും ഉണ്ട് നോഡിൻ്റെ അഡ്രസ്സ്, ഈ നോഡിൻ്റെ അഡ്രസ്സ് PTRലുമുണ്ട്. ഈ നോഡിൻ്റെ അഡ്രസ്സ് ന്യൂ എന്ന് പറയുന്നൊരു വേരിയബിളിലും ഉണ്ട്. അപ്പം ന്യൂ എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇതിൻ്റെ അഡ്രസ്സ്, സേവ് എന്ന് പറയുന്ന വേരിയബിളിൽ ഇതിൻ്റെ അഡ്രസ്സ്, PTR എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഇതിൻ്റെ അഡ്രസ്സ്. ഈ രണ്ട് നോഡുകളുടെ ഇടയിൽ പുതിയ നോഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെ? ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ ഐറ്റം സ്റ്റോർ ചെയ്യുന്നു. ന്യൂവിൻ്റെ ലിങ്ക് ഇനി മുതൽ ഇതിനെ പോയിൻ്റ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? നേരത്തെ പോലെ ന്യൂ നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് എന്താക്കി മാറ്റിയാൽ മതി? PTR ആക്കി മാറ്റുക. ശരിയായില്ലേ? അപ്പോൾ ഈ ലിങ്ക് സെറ്റാവും. ഇനി എന്താ വേണ്ടുന്നത്? 5ൻ്റെ ലിങ്ക് ഇങ്ങനെ ആവണം. ഈ 5ൻ്റെ ലിങ്ക് നമുക്ക് എങ്ങനെ കിട്ടും? 5ൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ സേവ് എന്ന വേരിയബിളിൻ്റെ ലിങ്ക് അല്ലേ? അപ്പോൾ സേവ് എന്ന് പറയുന്ന വേരിയബിൾ ഒന്നേ നമുക്ക് സേവ് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സേവ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ലൊക്കേഷനിൽ എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ സേവ് ഡയറക്റ്റ്ലി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സേവ് എന്ന് പറയുന്ന ലൊക്കേഷനിൻ്റെ വാല്യൂ LOC എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ സേവും LOCയും എന്ന് പറയുന്നത് ഒരേ വേരിയബിളിനെ, ഒരേ നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നർത്ഥം. സേവും ലൊക്കേഷനും ഒരേ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? സേവിൻ്റെ വാല്യൂ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ്ട് ഇങ്ങനെ LOC = സേവ് എന്നെഴുതിയാൽ സേവിൻ്റെ വാല്യൂ LOCയിൽ വരും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരേ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു എന്നർത്ഥം. ശരി, ഇനി LOCയുടെ ലിങ്ക് സെറ്റ് ചെയ്യാം. എങ്ങനെ? ലിങ്ക് ഓഫ് LOCയുടെ ലിങ്ക് എന്തായി മാറണം? ന്യൂ ആയി മാറണം. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു? ന്യൂവിൻ്റെ ലിങ്ക് PTRും ആവണം, LOCയുടെ ലിങ്ക് ന്യൂ ആവണം. ഇത്രയും ചെയ്താൽ രണ്ട് നോഡുകളുടെ ഇടയിൽ പുതിയൊരു നോഡിനെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ ചെയ്തത് ഒരു സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സേവ് എന്ന് പറയുന്നൊരു വേരിയബിളും ന്യൂ എന്ന് പറയുന്നൊരു വേരിയബിളും PTR എന്ന് പറയുന്നൊരു വേരിയബിളുമാണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ തവണയും ഓരോ നോഡിലെത്തുമ്പോൾ ആ നോഡിൻ്റെ ഐറ്റം അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാർട്ടിലുള്ള വാല്യൂ ഐറ്റവുമായി കമ്പയർ ചെയ്യുക. ഐറ്റം
നോഡിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിലുള്ള വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ തൊട്ടടുത്ത നോഡിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത നോഡിലേക്ക് പോകാനുള്ള ഇക്വേഷനാണ് സേവ് ഈക്വൽ ടു പി ടി ആർ. അതായത് പി ടി ആറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ സേവ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മൂവ് ചെയ്യുന്നതിനോടൊപ്പം പി ടി ആർ തൊട്ടടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ എഴുതാം? പി ടി ആർ ഈക്വൽ ടു ലിങ്ക് ഓഫ് പി ടി ആർ. അതാണ് ദാണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്താൽ നോഡ് നെക്സ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യും. ഇനി അല്ല, ഐറ്റവും ഇൻഫർമേഷൻ ഓഫ് പി ടി ആറോട് കമ്പയർ ചെയ്തപ്പോൾ ഐറ്റം ലെസ് ദാൻ ഇൻഫർമേഷൻ ഓഫ് പി ടി ആർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ വന്നാൽ സെർച്ച് സ്റ്റോപ്പ് ചെയ്യണം. സേവിനും പി ടി ആറിനും ഇടയിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം ന്യൂ നോഡിൻ്റെ ലിങ്കായിട്ട് പി ടി ആറിനെ സെറ്റ് ചെയ്യുക. സേവിൻ്റെ വാല്യൂ എൽ ഒ സിയിലേക്ക് മൂവ് ചെയ്ത ശേഷം എൽ ഒ സിയുടെ ലിങ്കായിട്ട് ന്യൂ നോഡിനെ സെറ്റ് ചെയ്യുക. ഇത്രയും ചെയ്താൽ സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നമുക്ക് പുതിയൊരു നോഡിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് 3 types ഓഫ് ഇൻസേർഷൻസ്. ഇൻസേർഷൻ ഓഫ് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ്, ഇൻസേർഷൻ ഓഫ് എ നോഡ് ആഫ്റ്റർ എ ഗിവൺ ലൊക്കേഷൻ, ആൻഡ് ഇൻസേർഷൻ ഓഫ് എ നോഡ് into a sorted linked list. Okay, hope you understood the concept. Thank you.